ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്പെഷ്യൽ സൺഡേ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തപ്നയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും, ഗിവ് അവേ ആണ്. അടിപൊളി ഗിവ് അവേ ആണ്. നമുക്ക് 2 വിന്നേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു ഗിവ് അവേയിൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇട്ടിരിക്കുന്ന കളക്ഷൻസ് ഉണ്ടല്ലോ, ഈ കളക്ഷൻസ് അല്ല കേട്ടോ വിന്നറിന് ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത്. ഈ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് വീഡിയോയിൽ ഇട്ടുന്നേ ഉള്ളൂ. ഇന്ന് 2 കളക്ഷൻസ് ഉണ്ട് ഈ വീഡിയോയിൽ. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്താൽ നമ്മൾ പേഴ്സണലി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഇന്നത്തെ കളക്ഷൻസ് നമ്മളിതിൽ അപ്ലോഡ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗിവ് അവേയിലോട്ട് കിടക്കാം. ഗിവ് അവേയുടെ ഹോഴ്സും കാര്യങ്ങളിലൊക്കെ കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് 2 ഹോഴ്സാണ് നമ്മുടെ ഗിവ് അവേക്കുള്ളത്. അതേപോലെ തന്നെ 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗിവ് അവേയുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ സൺഡേ മുതൽ അടുത്ത സൺഡേ. ഇന്നിപ്പോൾ 21/7/2024 ആണ്. ഇനി അടുത്ത സൺഡേ 28/7/2024 വരെയാണ് നമ്മുടെ ഗിവ് അവേയുടെ പീരീഡ്. അതിൻ്റെ ഉള്ളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ അവർക്കുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുർത്തീസ് തന്നെ 2 അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസാണ് അവരെ കാത്തു നിൽക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങളാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണേൽ ഇത് ഫ്രീയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിവ് അവേ ആണ്. അപ്പം അതിൻ്റെ റൂൾസിലോട്ട് നമുക്ക് കിടക്കാം. റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റി, അതേപോലെ നമ്മൾ ബോട്ടിക്കിനെ പറ്റി, നമ്മുടെ കളക്ഷൻസിനെ പറ്റി എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം അത് കമൻസിൽ ഇടുക. നമ്മൾ ഈ സൺഡേ മുതൽ അടുത്ത സൺഡേ മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു 3-4 വീഡിയോസ് ആയിരിക്കും. അതിൽ ഒക്കെ നമ്മുടെ അന്നത്തെ കളക്ഷൻസിനെ പറ്റും, നമ്മുടെ ബോട്ടിക്കിനെ പറ്റും എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആ കമൻസിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 2 വീഡിയോസിൽ ഏതെങ്കിലും 2 വീഡിയോസിൽ നിന്നായിരിക്കും നമ്മൾ കമൻറ്റ് ഏതെങ്കിലും 2 വീഡിയോസിൽ നിന്ന് ആയിരിക്കും നമ്മൾ വിന്നർ സെലക്ട് ചെയ്യുക. അത് ഏത് 2 വീഡിയോസാണെന്ന് നമ്മൾ ആ ടൈമിലാണ് ഡിസൈഡ് ചെയ്യുക. ഏതാണോ നമുക്ക് എടുക്കാൻ തോന്നുന്ന ആ വീഡിയോസിൽ നിന്നായിരിക്കും നമ്മൾ ആ വീഡിയോസിലെ കമൻസിൽ നിന്നായിരിക്കും നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീഡിയോക്ക് ചിലപ്പോൾ കമൻറ്റ് ഇട്ടാൽ ചിലപ്പോൾ നമ്മളത് എടുത്തില്ലെങ്കിൽ കരുതി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 4 ദിവസം അല്ലെങ്കിൽ 4 വീഡിയോസ് 5 വീഡിയോസൊക്കെ ആയിരിക്കും. നമുക്ക് എത്ര വീഡിയോസ് നമുക്ക് പറയാൻ പറ്റില്ല. കളക്ഷൻസ് അനുസരിച്ചായിരിക്കും നമ്മളൊരു വീക്കിലി വീഡിയോസ് ഇടുക. വീഡിയോസിലെല്ലാം നിങ്ങൾ കമൻറ്റ് ഇടുക. അതിൽ ഏതെങ്കിലും ഒരു 2 വീഡിയോസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ കമൻസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ കമൻസ് എന്താണോ അത് അതിൽ കൊടുക്കുക കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല ഏത് വീഡിയോ ആണ് ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാമെന്ന്. അപ്പം എന്തായാലും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും 2 വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസിനും നമ്മൾ ഈ ഒരു സൺഡേ മുതൽ അടുത്ത സൺഡേ വരെ ഇടാവുന്ന വീഡിയോസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതുപോലെ നമ്മളുടെ വീഡിയോസ് ലൈക്ക് ചെയ്തിരിക്കണം. ദെൻ രണ്ടാമത്തെ റൂള് വന്നിട്ട് നമ്മുടെ ഈ ഒരു സൺഡേ മുതൽ അടുത്ത സൺഡേ ആ ഒരു സൺഡേയിൽ ഏതെങ്കിലും ഒരു നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് വയ്ക്കുക. നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് സ്റ്റാറ്റസ് വയ്ക്കുക. അത് 24 മണിക്കൂർ കഴിയുമ്പോൾ എത്ര വ്യൂസ് ആയിട്ടുണ്ടാവും എന്നറിയാമല്ലോ. ആ വ്യൂസ് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം. നിങ്ങളുടെ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നല്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് എത്ര ആൾക്കാർ കണ്ടു, മീൻസ് ആരൊക്കെ കണ്ടു എന്നല്ല, എത്ര വ്യൂസ് മീൻസ് എത്ര പേര് കണ്ടു ആ ഒരു നമ്പർ കാണാവുന്ന രീതിയിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അപ്പോൾ ഈ 2ലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെയാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ വിന്നേഴ്സായിട്ട്. ചിലപ്പോൾ നിങ്ങൾ കമൻറ്റ് മാത്രം ഇട്ടുകൊണ്ട് നമുക്ക് വിന്നേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഈ കമൻറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാട്സപ്പിൻ്റെ സ്ക്രീൻഷോട്ടും കൂടെ അയച്ചു തരിക. 2 കൂടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ വാട്സപ്പിൻ്റെ അയച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വിന്നറെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വിന്നേഴ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തേത് വന്നിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഏതെങ്കിലും ഈ ഒരു സൺഡേ മുതൽ അടുത്ത സൺഡേ മുതൽ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് വയ്ക്കുക. അതിൻ്റെ എത്ര ആൾക്കാർ കണ്ടു അതിൻ്റെ ഒരു
കൗണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അപ്പം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും കേട്ടോ. പേരും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത സൺഡേ തന്നെ ആയിരിക്കും നമ്മൾ എന്താ പറയുക വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വിന്നർക്കുള്ള കുർത്തി എന്ന് പറയുന്നത് പാർട്ടി വെയർ കളക്ഷൻസാണ്. 2 വിന്നേഴ്സിനെയാവും നമ്മൾ തിരഞ്ഞെടുക്കുക. ഈ 2 റൂൾസ് ഫോളോ ചെയ്യുന്ന 2 വിന്നേഴ്സിനെയാവും നമ്മൾ തിരഞ്ഞെടുക്കുക. അത് ചിലപ്പോൾ നിങ്ങളാവാം. ഓക്കെ, അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. ഈസി റൂൾസാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേയുടെ കാര്യങ്ങൾ പറയാൻ. അപ്പം ജെന്യൂനായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോഴും നമ്മൾ യൂട്യൂബ് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ അത് വാട്സപ്പിൽ ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആവും. ഏത് കുർത്തിയാണെന്നുള്ളത് ആ ടൈമിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സൈസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഗിവ് അവേയുടെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഈ കളക്ഷൻസ് അല്ല കേട്ടോ നമുക്ക് ഗിവ് അവേക്ക് കിട്ടാൻ പോകുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കൂടെ അപ്ലോഡ് ആക്കിയെന്നേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കളക്ഷൻസ് എന്താണ്, എങ്ങനെയാണ്, നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ല കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നുമില്ല. അതേപോലെ മാക്സിമം ഇമോജീസ് ഒഴിവാക്കാൻ നോക്കുക. നിങ്ങൾ വാക്കുകൊണ്ട് നമ്മളെ എന്താ പറയുക കമൻറ്റ്സ് വിടുക, മീൻസ് ഇമോജീസ് ഒഴിവാക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു. പിന്നെ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ഗിവ് അവേ വിന്നർ മുതലാണ് കേട്ടോ. ഈ ഒരു വീഡിയോ മുതലാണ് നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി നിങ്ങൾ കമൻറ്റ്സ് ഇടുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് വെക്കുക. ഓക്കെ.